2007 ഒരു AIDS awareness പ്രോഗ്രാമിൽ വെച്ച് actor Richard Gere kissed Shilpa Shetty. A warrant to arrest Richard Gere was issued by the Indian court then. അത്രയ്ക്കും PDA or public demonstration of affection ആൾക്കാർ against ആണ് നമ്മളുടെ ഈ കൺട്രിയിൽ. Hello and welcome to a beautiful day on Youngistan. Kochi Cityയിൽ on November 2nd there is an event by the name Kiss of Love. Reports അനുസരിച്ച് people who participate are open to kiss and hug their partners. Today we are opening the floor for a discussion. So before I invite the panel for discussion, Kiss of Love എന്താണ് എന്ന് അറിഞ്ഞൂടാത്തവർക്ക് take a look at this. A story on Kiss of Love. സദാചാര പോലീസിനെ വെല്ലുവിളിച്ച് ഒരു സംഘം യുവതീ യുവാക്കൾ കൊച്ചി നഗരത്തിൽ പരസ്യചുംബനത്തിന് വഴിയൊരുക്കുന്നു. ന്യൂ മീഡിയ വഴി പ്രചാരണം നൽകുന്ന പരിപാടിക്ക് നവംബർ 2 മറൈൻ ഡ്രൈവ് ഗ്രൗണ്ട് വേദിയാവും. പൊതുസമൂഹത്തിൽ പുരുഷനും സ്ത്രീക്കും സ്വതന്ത്രമായി ഇടപെടാമെന്ന വാദത്തോടെയാണ് പരസ്യചുംബനം സംഘടിപ്പിക്കുന്നത്. അനാശാസ്യം ആരോപിച്ച് യുവമോർച്ചക്കാർ കോഴിക്കോട്ടെ റെസ്റ്റോറന്റ് അടിച്ചു തകർത്തതിന്റെ പ്രതിഷേധമായാണ് കൊച്ചിയിൽ പരിപാടി സംഘടിപ്പിക്കാൻ ഒരു സംഘം യുവാക്കളുടെ ഫേസ്ബുക്ക് കൂട്ടായ്മ തീരുമാനിച്ചത്. കോഴിക്കോട് ഡൗൺ ടൗൺ റെസ്റ്റോറന്റിൽ RSS പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ പ്രതിഷേധിച്ച് കേരളത്തിലെമ്പാടും പരസ്യചുംബനത്തിനും ആലിംഗനത്തിനും വഴിയൊരുക്കാനുള്ള തീരുമാനത്തിന്റെ ആദ്യപടിയാണ് കൊച്ചിയിലെ ചുംബന കൂട്ടായ്മ. സോഷ്യൽ മീഡിയ വഴി പരമാവധി പ്രചാരണം നൽകി ജനപങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് സംഘാടകരുടെ ശ്രമം. ഉഭയകക്ഷി സമ്മതപ്രകാരം 2 പേർ ചുംബിച്ചാൽ സദാചാരം ഇടിഞ്ഞുവീഴില്ല എന്ന വാദമാണ് ഇവർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. പരിപാടിയുമായി ബന്ധപ്പെട്ട് കിസ് ഓഫ് ലവ് എന്ന പേരിൽ പുതിയ ഫേസ്ബുക്ക് പേജിനും സംഘാടകർ രൂപം നൽകിയിട്ടുണ്ട്. പേജിന് മികച്ച സ്വീകാര്യതയാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്ന് ഇവർ അവകാശപ്പെടുന്നു. എന്നാൽ പൊതുജനമധ്യത്തിൽ ചുംബന കൂട്ടായ്മ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധങ്ങളും ശക്തമാണ്. Hello friends. In the discussion, we have 2 people. The panel of discussion members are Rahul, Kiss of Love event November 2nd. So, this event in committee member Rahul. That's KPCC IT cell chairman Raju P. Nair. So, let's ask them. This Kiss of Love event, how it's going to be and what good message will spread through this event. So, ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത് രാഹുൽ, ഈ ഫിസിക്കൽ അഫെക്ഷൻ എന്ന് പറയുന്നത്, അതായത് എനി ടച്ച്, അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ആണ് ഞാൻ ചോദിക്കുന്നത്, എനി ടച്ച് ദാറ്റ് എറോസസ് ദ ഫീലിംഗ് ഓഫ് ലവ്. ഒരു ഗിവർ അല്ലെങ്കിൽ ഒരു റെസിപ്പിയൻ, കൊടുക്കുന്ന ആൾക്കും കിട്ടുന്ന ആൾക്കും എന്തെങ്കിലും ഒരു ഫീലിംഗ് ഓഫ് ലവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഫിസിക്കൽ അഫെക്ഷൻ. സോ ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഇവന്റ് നവംബർ 2 നടത്താൻ പോകുന്നതിന്റെ ഉദ്ദേശം ഇതാണോ? കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന ഇവന്റ് നവംബർ 2 നടത്തുന്നതിന് പ്രധാന ഉദ്ദേശം സമൂഹത്തിൽ വളർന്നു വരുന്ന ഒരു മോശം പ്രവണതയാണ് സദാചാര പോലീസിങ്, മോറൽ പോലീസിങ്. സോ അതിനെതിരെയുള്ള ഒരു കാൽപ്പനിക പ്രതിഷേധം എന്ന രീതിയിലാണ് കിസ് ഓഫ് ലവ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സോ ഇത് അന്ന് നടന്ന കാലിക്കറ്റിൽ നടന്ന ഇൻസിഡന്റിന് ഒരു പ്രൊട്ടസ്റ്റ് ആണോ? കാലിക്കറ്റിൽ നടന്ന ഇൻസിഡന്റിന് മാത്രമായുള്ള ഒരു പ്രൊട്ടസ്റ്റ് അല്ല, ഇൻ കോമൺ മോറൽ പോലീസിങ്ങിനെതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റാണ്. അപ്പം രാജുയുടെ ഈ ഗ്രൂപ്പിൽ എത്ര ആൾക്കാർക്ക് ഇതുപോലെ മോറൽ പോലീസിങ് ഉള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്? എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക്, ഒരുപാട് ഇൻ കേരള സ്പെസിഫിക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മോറൽ പോലീസിങ്ങിന്റെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ. സോ നമ്മളാരും അത് ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എവരി വൺ ഹാസ് ദെയർ ഓൺ സ്പേസ്. സോ അതൊരു പൗരസ്വാതന്ത്ര്യത്തിനുള്ള എതിരെയുള്ളൊരു കടന്നുകയറ്റമാണ്. ഇൻ കേസ് ദേ ഫൗണ്ട് സംതിങ് റോങ്, സോ സംതിങ് ഇല്ലീഗൽ, വി ഹാവ് എ സിസ്റ്റം, നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്. സോ അതിലൂടെയാണ് അതിനെതിരെ പ്രതികരിക്കേണ്ടത്. അത് നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് എ ക്രിമിനൽ ആക്ട്. ഓക്കെ. സോ രാജു ഇപ്പം പറഞ്ഞു, അവരുടെ കുട്ടികളുടെ ലൈഫിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരുപാട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഈ മോറൽ പോലീസിങ്. സോ ഇത് നമ്മുടെ സിസ്റ്റത്തിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇവരുടെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ രീതി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ആദ്യം തന്നെ ഈ സദാചാര പോലീസിങ് എന്ന് പറയുന്ന ഇവിടുത്തെ ചില യുവജന സംഘടനകളൊക്കെ നടത്തി വന്നിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഡൗൺ ടൗണിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഇതിന് ആധാരം. അതിനെ അതിശക്തമായിട്ട് തന്നെ അപലപിക്കണം. ഇവിടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ ഇവർക്ക് ആർക്കും യാതൊരു അവകാശമില്ല. ഇവിടെ നിയമവ്യവസ്ഥയുണ്ട്, ആ നിയമവ്യവസ്ഥ എടുക്കും. പക്ഷെ അതിനെ എതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു മാതൃക, അതിനെ സംബന്ധിച്ചോളം ഇവരിപ്പോൾ പറയുന്ന ഈ 2 നടത്തുന്ന കിസ് ഓഫ് ലവ് എന്ന് പറയുന്നൊരു പിന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് എനിക്കുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ, ഇവർ പറയുന്ന കിസ് ഓഫ് ലവ് എന്ന് പറയുന്നത് തന്നെ, ഇവർ പറയുന്ന ഇതിനകത്ത് എവിടെ ലവ് ഉള്ളത്? കിസ്സിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാളുടെ ഒരു ഇന്റിമേറ്റ് ഒരു പേഴ്സണൽ ഇമോഷനാണ്. 2 പേര് സ്നേഹിക്കുന്നവർ തമ്മിൽ ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള ഇമോഷനാണ് ഒരു കിസ്സോ അല്ലെങ്കിൽ കൈപിടിച്ച് നടക്കുകയോ എന്തോ ആകട്ടെ. അവിടെ ഇതിനകത്ത് എവിടെ ലവ് ഉള്ളത്? ഇതിനകത്ത് ആരും ഇവര് കാമുകന്മാരെ വിളിപ്പിച്ചിട്ടല്ല അവിടെ ഈ ഒരു ഇവന്റ് നടക്കുന്നത്. എല്ലാവർക്കും വന്നിട്ട് ആരെ വേണമെങ്കിലും കിസ് ചെയ്യാൻ തോന്നും. ഇതിനകത്തൊരു ലവോ അങ്ങനത്തെ ഒരു ഭാഗം, ഒരു സ്നേഹം പോലും ഇതിനകത്തൊന്നും പറയാനായിട്ടില്ല. നമ്മൾ ഒരു തെറ്റായ ഒരു സമീപനത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ്.
പക്ഷെ ആ പ്രതിഷേധത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന മാർഗം മറ്റൊരു തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കുന്നതാണ്. ഇവിടെ ആർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളിലേക്ക് കടന്നു കയറാൻ യാതൊരു അവകാശവും ഇല്ല. ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് അത്യാവശ്യം ഒരു മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലോ, കാരണം ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ ഒരു സെക്ഷൻ 268 ഉണ്ട്, IPC 268, അതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അനോയൻസോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഡാമേജോ അത്തരത്തിലുള്ള എക്സ്റ്റെന്റിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇവിടെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോലീസിന് ഇതുണ്ട്, നിയമങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് ഡീൽ ചെയ്തോളൂ. പക്ഷെ അതിന് പകരം അതിനെ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്യുന്ന എക്സാമ്പിൾ എന്താണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും ഒരു വഴിപിഴച്ച അല്ലെങ്കിൽ ഒരു തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് ഈ സമരം. കാരണം എല്ലാ സമരങ്ങളും എന്തെങ്കിലും സന്ദേശങ്ങൾ നൽകണം. ഈ സമരം നൽകുന്ന സന്ദേശം ഒരു മെസ്സേജ് എന്താണ് ആ മെസ്സേജ് എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള, ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് ഈ ഇവന്റിനെ കുറിച്ച് ഒന്നും അറിയാതാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അവിടെ വന്ന് ആർക്കും ആരെയും കിസ് ചെയ്യാം, കാമുകികാമുകന്മാർ വന്നിട്ട് പരസ്പരം കിസ് ചെയ്യുന്നതല്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം ആ ഇവന്റുമായി സംബന്ധിച്ച് തുടങ്ങിയ ഒരു ആർട്ടിക്കിളോ ഒന്നും തന്നെ വായിച്ചിട്ടില്ല. അതിൽ നിന്നാണ് നമ്മളോട് ഉദ്ദേശിക്കുന്ന ഇവന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേർ ഗ്യാദർ ചെയ്യുക. അത് കാമുകികാമന്മാരാകാം, ഭാര്യ ഭർത്താക്കന്മാരാകാം, അമ്മയും കുഞ്ഞും ആകാം, ഒറ്റയ്ക്ക് വരുന്നവരാകും. ഒരു പ്ലക്കാർഡുമായി ഗ്യാദർ ചെയ്യുക. ഞങ്ങൾ മോറൽ പോലീസിങ്ങിനെതിരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി ഉണ്ട്, അതിൽ കടന്നു കയറേണ്ട ആവശ്യം നിങ്ങൾക്കില്ല എന്നുള്ള രീതി എന്നാൽ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്ലക്കാർഡുമായി ഗ്യാദർ ചെയ്യുക. അതിൽ കാമുകികാമുകന്മാരുണ്ടെങ്കിൽ അവർ പരസ്പരം ചുംബിച്ചോട്ടെ എന്നാണ് ഞങ്ങളുടെ ഇവന്റ്. അല്ലാതെ അവിടെ വരുന്നവർക്ക് ആരെയും പിടിച്ച് ചുംബിക്കാം, അതൊരു പരസ്യ ബലാത്സംഗമല്ലല്ലോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നത് രാജു ഇതിനെ പറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി കാണും. ബിക്കോസ് ഓൾറെഡി മീഡിയ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആർട്ടിക്കിൾസും ഒരുപാട് ന്യൂസും ചെയ്ത് കഴിഞ്ഞു അല്ലെ. സോ അക്കോർഡിംഗ് ടു യു പറയുന്നത് അവിടെ കാമുകന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ അവര് സോറി ടു ഇന്ററപ്റ്റ് യു, അവിടെ അമ്മയും കുഞ്ഞും ഉണ്ടെങ്കിൽ അവർക്ക് അമ്മയ്ക്ക് കുഞ്ഞിനും കൊടുക്കാം, അമ്മയ്ക്ക് കുഞ്ഞിനെ ഉമ്മ കൊടുക്കാം എന്നുള്ളൊരു രീതി. ഐ തിങ്ക് അഗൈൻ നമ്മളിപ്പോ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മീഡിയയിൽ വന്നിരിക്കുന്നത് കിസ് ഓഫ് ലവിന്റെ എല്ലാ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് എ ഗൈ ആൻഡ് എ ഗേൾ ദർ. അവർ പബ്ലിക് ഡെമോൺസ്ട്രേഷൻ ഓഫ് അഫെക്ഷൻ PDA എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു വേദി, അതാണ് മെറൈൻ ഡ്രൈവിൽ നവംബർ 2 വരാൻ പോകുന്നു എന്നാണ് ഇതിനെ കുറിച്ചുള്ള ഐഡിയ വന്നിരിക്കുന്നത്. അത് മീഡിയ കൊടുത്ത ഒരു പ്രൊജക്ഷൻ എന്ന് വേണം. നമുക്ക് സ്വന്തമായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അവിടെ ഞങ്ങൾ വ്യക്തമായിട്ട് ഇന്ന് രാവിലെയും വ്യക്തമായി അതിന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8,000 പേര് അവിടെ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് അവർക്ക് അടുത്തെല്ലാം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ആർട്ടിക്കിൾസ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരിക്കലും ഒരു സ്ഥലത്തും നമ്മൾ പറഞ്ഞിട്ടില്ല അവിടെ കപ്പിൾസ് മാത്രം വന്ന് ഒരു. പക്ഷെ നിങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ സിംഗിൾ ആയിട്ട് വരരുത്, നിങ്ങളുടെ കൂടെ ഒരു പാർട്ട്ണറിന് വേണം. ഇല്ല, പറഞ്ഞിട്ടില്ല. Trying to manipulate something. There is no word, there is nothing there stating that you should come with a couple and you can join only if you are a couple. The statement you said, it's completely wrong and it's completely So what are you trying to protest here? What are you trying to what is the message that you're trying to spread here? The message what we are trying to spread is against moral policing. We have a private space. If I feel to kiss my lover or my wife or my girlfriend in a park or in a restaurant, why you bother about it? Why others bother about it? If you feel as per എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ അവിടെ സെക്ഷൻ 268 ഉണ്ടെന്നുണ്ടെങ്കിൽ you have a law and order system, you go with that. ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പം ഒരു PDAയുടെ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം താങ്കൾ പറയുന്നു മോറൽ പോലീസിംഗിന് അഗേൻസ്റ്റ് ആണെന്ന്. പക്ഷെ ഇവിടത്തെ മോറൽ പോലീസിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് താങ്കൾ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ 294 IPCയിൽ പറയുന്ന ഒരു കാര്യമാണ് ക്രിമിനൽ ഒഫൻസ് ആണ് നമ്മൾ പബ്ലിക്കിൽ എന്തെങ്കിലും ഇതുപോലെ ഒരു ഒഫൻസ് കാണിക്കുവാണെങ്കിൽ. സോ എന്തുകൊണ്ട് കിസ്സിംഗ്, വൈ കിസ്സിംഗ്? കൈ പിടിച്ചാലും അത് PDA അല്ലേ? താങ്കൾ സമ്മതിക്കുന്നുണ്ടോ അതിനോട്? ഇവൻ ഇഫ് യു ഹോൾഡ് യുവർ ഹാൻഡ്, ഇവൻ ഇഫ് യു ആർ വാക്കിംഗ് ടുഗദർ, ഇവൻ ഇഫ് യു റബ് അഗേൻസ്റ്റ് അനദർ പേഴ്സൺ വെൻ യു ആർ ഇൻ പബ്ലിക്, അത് PDA ആണ്. പിന്നെ എന്തുകൊണ്ട് കിസ്സിംഗ് എന്ന് പറയുന്നു? എക്സാക്ട്ലി. ഈ 269 താങ്കൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തില്ല. ഒബ്സീൻ എനിത്തിങ് വിച്ച് ഡിസ്റ്റർബ് അതേഴ്സ്, അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ന്യൂഡിറ്റി അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ന്യൂഡിറ്റി ചെയ്യാൻ പാടില്ല. ഇപ്പം ആസ് യു സെഡ്, ഇപ്പോൾ സമ്മൺ കൈ പിടിച്ചാൽ കൂടെ അത് എനിക്ക് ഒബ്സീനായിട്ട് തോന്നാം. അപ്പോൾ താങ്കളുടെ ബോയ് ഫ്രണ്ടും കൈ പിടിക്കുന്നത് എനിക്കത് ഒബ്സീനായിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാം. സോ കിസ് ചെയ്യുന്നതും സെയിം തിങ് ആണ്. അപ്പൊ പിന്നെ കൈ പിടിച്ചാൽ പോരെ? ഒരു ചാനൽ അത് പ്രൊജക്റ്റ് ചെയ്തത് കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് പ്രൊജക്റ്റ് ചെയ്തപ്പോഴാണ് ഏതോ ഒരു സിൻഡിക്കേറ്റഡ് ക്രൈം മാനേജ്മെന്റ് പോലെ അവരത് കയറി അടിച്ചു പൊട്ടിച്ച ഒരു സ്ഥാപനം. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കിസ് ചെയ്ത് തന്നെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ കിസ് ചെയ്തതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വാട്ട് ആർ യു ട്രൈങ് ടു പ്രൂവ് ഹിയർ ദാറ്റ് കിസ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു തെറ്റല്ല, അത് പേഴ്സണൽ സ്പേസിലുള്ള ഒരു കാര്യമല്ല, ആർക്കും ആരോടും ചെയ്യാമെന്നാണ്? നോട്ട് വലിയൊരു തെറ്റല്ല എന്നല്ല, കിസ്സിംഗ് ഒരിക്കലും ഒരു തെറ്റല്ല. ഹൗ ക്യാൻ യു സേ കിസ്സിംഗ് ഈസ് എ മിസ്റ്റേക്ക്? അതൊരിക്കലും ഒരു തെറ്റല്ല.
ജീവിതത്തിൽ ഒരിക്കലും കിസ്സിങ് പവിത്രമായ ഒരു കാര്യമാണ്. സ്നേഹം ഹോമോസാപ്പിയൻ വർഗ്ഗത്തിൽപ്പെടുന്ന മനുഷ്യൻ പരസ്പരം സംവദിക്കാൻ ഉപയോഗിക്കുന്ന, സ്നേഹം കൈമാറാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗം മാത്രമാണ് കിസ്സിങ്. ഹൗ ക്യാൻ ഇറ്റ് ബി മിസ്റ്റേക്ക്? എങ്ങനെ അത് തെറ്റാണെന്ന് പറയാൻ കഴിയും? നമ്മളുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു ധാരണ ഉള്ളത് കൊണ്ടാണ് ഇവരെല്ലാം ഇതിനായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്നത്. സോ നമ്മളുടെ മോറൽ പോലീസിംഗിൽ പോലീസ് സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു എന്ത് കണ്ടാലും ഒബ്സീനിറ്റി തോന്നുന്നു എന്നുകൊണ്ടാണ് ഇവരിങ്ങനെ ഒരു രീതി കാണിക്കുന്നത്, ടു പ്രൊജക്ട് ദംസെൽസ്, ടു സേ ദാറ്റ് നോ ദിസ് ഇസ് നോട്ട് റോങ്. സോ ഡു യു തിങ്ക് ദാറ്റ് നമ്മളുടെ പോലീസ് സിസ്റ്റത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ്? ഇവിടെ പോലീസ് സിസ്റ്റത്തിനല്ല, ഇവിടെ സാധാരണ കുറച്ച് യുവജന സംഘടനകൾക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇതിനുള്ള ആധാരം. പോലീസിംഗിലും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ആലപ്പുഴ ബീച്ചിൽ ഇരുന്ന ഭാര്യയും ഭർത്താവിനെയും കൂടി കൊണ്ടുപോയിട്ട് പോലീസ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു വോയറിസം നമ്മുടെ ഒരു ഇത് നമ്മൾ ഹിപ്പോക്രിറ്റ്സ് ആണ്. നമ്മളിപ്പോൾ കോഴിക്കോട് BJP യുവമോർച്ചയുടെ പ്രവർത്തകർ അടിച്ചുപൊളിച്ച യുവമോർച്ച പ്രവർത്തകരുടെ ജീവിതത്തിൽ ഒന്നും അവരിത്തത്തിൽ ഒരു ഇതുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല, എന്നാൽ പോലും ഈ അടുത്തുണ്ടായ വിവാദങ്ങളിൽ പോലും അവർ ചില ക്ലിപ്പുകളുമായിട്ടുണ്ടായ വിവാദങ്ങൾ പോലും ഇവർ ചെയ്തിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല BJPക്ക് പോലും. ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇവിടെ സ്വന്തം അനിയത്യമായിട്ട് കൈപിടിച്ച് നടന്നാൽ പോലും മറ്റൊരു കണ്ണോടി കാണുന്ന സമൂഹമാണ്. എനിക്ക് സംശയമൊന്നുമില്ല. ഇവർ ഉന്നയിക്കുന്ന പ്രശ്നത്തിനോട് എനിക്ക് 100% യോജിപ്പുണ്ട്. ഇവിടെ കൈപിടിച്ച് നടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ അത്യാവശ്യം അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെന്തുകൊണ്ടോ ഇത് ഒരു പഠിക്കാതെയാണോ അല്ലെങ്കിൽ ഇവരിതിന്റെ എന്താണ് ഇവരുടെ ഇതിന്റെ മെസ്സേജ് എന്നുള്ളതൊന്നും ഇവർക്കൊന്നും ക്ലിയർ അല്ല. ഇവിടെ ഇദ്ദേഹം ഇപ്പൊ തന്നെ പറഞ്ഞു അമ്മയും കുഞ്ഞും വന്ന് കിസ് ചെയ്യുന്നത് എങ്ങനെ ഇവർ പറയുന്ന ഒരു സംഭവത്തോട് താരതമ്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഒരു കോസൽ ഇവർക്ക് തന്നെ വലിയ വിശ്വാസം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഒരു തരത്തിലും ഇവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കിപ്പോൾ തോന്നിയതാണോ എനിക്കറിയില്ല, എന്താണേലും. പക്ഷെ ഞാൻ പറയുന്നത് ഒരു സമരം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, ഏതൊരു സമരം, ഒരു യുവജന സംഘടനയാണെങ്കിൽ ഏതാണെങ്കിലും ആ സമരത്തിലൊരു സന്ദേശമുണ്ട്. ഈ ഒരു പറയുന്ന ഒരു കിസ് ടു ലവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് കൊടുക്കുന്നു. ഇവരിപ്പോ നിങ്ങൾ പറയുന്ന വെച്ചിട്ടാണെങ്കിൽ പാർട്ട്ണറിനെ കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇവിടുത്തെ പബ്ബുകളിലോ അല്ലെങ്കിൽ മറ്റൊക്കെ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ ഇതൊക്കെ തന്നെയാണല്ലോ. നിങ്ങൾ സ്റ്റാഗ് പാർട്ടിക്ക് ഒരു പാർട്ട്ണറെ കൊണ്ടുവരണം എന്ന് പറയുന്ന രീതിയിലുള്ള ഇത് നമ്മൾ ഒരു കിസ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ മറ്റൊരു എക്സ്പ്രഷൻ ഓഫ് ലവ് എന്ന് പറയുന്നതെല്ലാം രണ്ട് ആൾക്കാർ തമ്മിലുള്ള സ്നേഹത്തിന്റെയോ പ്രേമത്തിന്റെയോ അടിസ്ഥാനത്തിൽ വരുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഇമോഷൻസ് ആണ്. അത് ഫേക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്തിനെതിരെയോ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത് ഒരു റോങ് പ്രിസീഡന്റ് ആണ് ഇവർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈ കോഴിക്കോട് സംഭവത്തിൽ എത്രമാത്രം ജനങ്ങൾ പൊതുസമൂഹം ആ നടത്തിയ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ആ ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും സത്യം പറയാൻ പാടില്ല, കാരണം ഒരു തീവ്രവാദി സംഘടന പോലെയാണ് അവർ പെരുമാറുന്നത്. അവർക്കെതിരെ എത്രമാത്രം കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്നോ അതിനെയെല്ലാം നള്ളിഫൈ ചെയ്യുന്ന, അതിനെയെല്ലാം വീണ്ടും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അയ്യേ ഇതെന്താണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ജനങ്ങളെ ഇവർ പിൻവലിക്കാൻ സമരം കൊണ്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇത് തന്നെയാണ് ഇദ്ദേഹം പറയുന്ന സെയിം പ്രൊട്ടസ്റ്റ് ആണ് മീഡിയയിൽ മൊത്തം ആൾക്കാർ പറഞ്ഞത്. ഇറ്റ്സ് യുവർ ഡെഫിനിഷൻ. PDA എന്നുള്ളത് ഞങ്ങൾ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അത് അങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയും ഒഫീഷ്യലായിട്ടോ നമ്മുടെ ഫേസ്ബുക്ക് പേജിലോ ഇവന്റിലോ എവിടെയും അത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി So what is kissing in public called according to your group and your the entire activism endana? Let's say I'm dropping my girlfriend in a bus waiting shed. So I'm gonna ഞാൻ അവളെ പിന്നെ വൈകുന്നേരം കാണാൻ പോകുന്നുള്ളൂ വെച്ചോളൂ. സോ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു കിസ് കൊടുത്തിട്ട് പോകുന്നു. അതിൽ എന്താണ് നിങ്ങൾ കണ്ടെത്തുന്ന മിസ്റ്റേക്ക്? ഓക്കെ, സോ വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് യു ഫൗണ്ട് ദെയർ? പിന്നെ സുഹൃത്ത് പറഞ്ഞോളൂ, ഇവിടുത്തെ പൊതുസമൂഹം ഉണർന്നു എന്ന് പറഞ്ഞു. താങ്കളുടെ അടക്കമുള്ള ഏതെങ്കിലും താങ്കളുടെ പ്രസ്ഥാനത്തിന് യുവജന സംഘടനകളുണ്ട്, ആരെങ്കിലും ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ മാർഗവുമായിട്ട് മുന്നോട്ട് വന്നു? ഇത് മോറൽ പോലീസിങ് ഇവിടെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും ചെയ്യുന്നതാണ്. ഇവിടെ മുമ്പ് ഇടതുപക്ഷ സംഘടനകളും ചെയ്തിട്ടുണ്ട്, വലതുപക്ഷ സംഘടനകളും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പോലീസും അങ്ങനെ തന്നെ പെരുമാറാറുണ്ട്. ഇത് ഒരു പൗരാവകാശ ലംഘനമാണ്. അതിനെതിരെയാണ് ഞങ്ങളുടെ പ്രതിഷേധം. ഇവിടെ ഒരു രാഷ്ട്രീയ കക്ഷിയും ചെയ്യാത്ത ഒരു കാര്യം, അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. അല്ലാതെ പൊതുസമൂഹം ചെയ്തതിനെ കളിയാക്കിക്കൊണ്ടാണെന്ന് അത് താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും തോന്നുന്നതാണ്. ഓക്കെ രാഹുൽ, ഇപ്പം ഒരുപാട് പ്രൊട്ടസ്റ്റ് ആൾക്കാർ പറയുന്നുണ്ട് മീഡിയയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഇത് കേട്ടറിഞ്ഞവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും. പക്ഷേ സപ്പോർട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഇവന്റിന് ഒരുപാട് കിട്ടിയിട്ടുമുണ്ട്. ഇപ്പം അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിന് വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്രയോ 1500 ഗോയിങ് 3,500 people saying that they are going for the event. അതുപോലെ തന്നെ ആൾക്കാരെ ലൈക്കും ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും സപ്പോർട്ട് ഉണ്ട്. അപ്പം do you think this is a success? This is going to be a successful event on November 2nd? Exactly, we think so. ബിക്കോസ് ഞങ്ങളൊരു ഇവന്റ് ഫോം ചെയ്യുമ്പോൾ ഇത് ആക്ച്വലി എൻ്റെ ഒരു സുഹൃത്തും ഒരു പൊതുപ്രവർത്തകനുമായ ഫാമിസ് ആണ് ആദ്യമായി കോഴിക്കോട് ബീച്ചിൽ നമുക്ക് എന്തുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാൻ കാമുകിമാർക്ക് ചേർന്ന് ചുംബിച്ചൂടാ എന്നൊരു
ഫേസ്ബുക്ക് പോസ്റ്റുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുമായി മുമ്പോട്ട് വന്നത്. സോ അത് നമ്മുടെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ഫോറം ഉണ്ട് ഫേസ്ബുക്കിൽ തന്നെ, ഫ്രീ തിങ്കേഴ്സ്. സോ ഇറ്റ് ഈസ് അബൌട്ട് 50,000 മെമ്പേഴ്സ് ഉള്ളവരാണ്. സോ അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ രാഷ്ട്രീയം തോന്നി, എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇതൊരു പ്രൊട്ടസ്റ്റായി കൊച്ചിയിൽ ഇത് ചെയ്തുകൂടെ. അങ്ങനെ ഫേസ്ബുക്ക് പേജ് തുടങ്ങി, അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്നൊരു പോസ്റ്റ് ഞാൻ എഴുതുന്ന സമയം രാത്രി 1 മണിയാണ്. ആ 1 മണിക്ക് ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ജനങ്ങൾ ഏറ്റെടുക്കുമെന്നോ, ചിലപ്പോൾ 10 പേര് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചു. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ആ പോസ്റ്റിന് 1000 പേര് ഞങ്ങൾ ഗോയിങ് എന്ന് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ആ സമയത്തിനുള്ളിൽ ഇവർ ഈ പറയുന്നത്, അതായത് രാഹുലിനുള്ള മനസ്സിലുള്ള ഈ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് ആ സമയത്ത് അവർക്ക് അറിയില്ല. സോ ഒരു കിസ്സിംഗ് ഫോറം അല്ലെങ്കിൽ ഒരു കിസ്സിംഗ് ബൂത്ത് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു ധാരണയിലായിരിക്കും ഇവരെല്ലാരും പോകാമെന്ന് പറയുന്നത്. അല്ല, അങ്ങനല്ല. അതൊരു മലയാളത്തിൽ, ഇംഗ്ലീഷിൽ പോലും അല്ല, മലയാളത്തിൽ വളരെ വ്യക്തമായ ഒരു 2-3 പേജുള്ള ഒരു ആർട്ടിക്കിളിനാണ് അവർ ലൈക്ക് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഗോയിങ് കൊടുത്തിരിക്കുന്നത്. ആ ആർട്ടിക്കിളിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരുപാട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒരുപാട് ആൾക്കാർ പ്രൊട്ടസ്റ്റിന്റെ രീതിയിൽ എഴുതിയിരിക്കുന്ന, ദിസ് ടൈം ഐ എം കോട്ടിംഗ്, ചുംബനം മാത്രമേ ഉള്ളൂ, വേറെ കലാപരിപാടികളൊന്നുമില്ലേ, ആളെ ഞാൻ കൊണ്ടുവരണോ അതോ സംഘടനക്കാർ തരുമോ, ഇത് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ കമ്മിറ്റി മെമ്പർ പറഞ്ഞത് ഇല്ല, യു ഹാവ് ടു ബ്രിങ് എ പാർട്ട്ണർ എന്നുള്ളത്. ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സ് എവിടെയും പറഞ്ഞിട്ടില്ല. അഗൈൻ, നിന്റെ പെങ്ങളെ എനിക്ക് ചുംബിക്കാൻ തരുമോ എടാ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആൾക്കാർ ഒരുപാട് ഉന്നയിച്ചു. സോ ഇത്രയും വളരെ മോശമായ രീതിയിൽ ആൾക്കാർ പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പോഴും അതിനോട് മുമ്പോട്ട് പോകാൻ ഉള്ള ഒരു എന്താണ്, വാട്ട് ഈസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ്? പെങ്ങളെ എനിക്ക് ചുംബിക്കാൻ തരുമോ എന്ന് ചോദിക്കുന്നതിൽ നിന്നും ആ വ്യക്തി സ്വന്തം നിലവാരമാണ് കാണിക്കുന്നത്. ആ വ്യക്തി ചിന്തിക്കുന്നത് സ്ത്രീകളെ ഒരു കച്ചവട ചരക്കായാണ്. ഈ സ്ത്രീ അല്ലെ പെങ്ങളല്ലേ അമ്മ എന്ന് പറഞ്ഞ ഒരു സാധനമാണ്, ഞാൻ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്, അത് എനിക്കെടുത്ത് ആർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമാണെന്നുള്ളൊരു പച്ചയായ സ്ത്രീ എന്തോ ഒരു അടിമയായി കാണുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമേ അങ്ങനെ പറ്റൂ. അല്ലെ, ഞാൻ 1-2 കാര്യം നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതിനെ കുറിച്ച് 1-2 കാര്യം പറയട്ടെ. ഇവിടുത്തെ മോറൽ പോലീസിങ്ങിന്, സദാചാര പോലീസിങ് നടക്കുന്നതിനെതിരെ ശക്തമായിട്ട് തന്നെ ഇവിടുത്തെ യുവജന, ഞാൻ പ്രതിദാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനങ്ങൾ ശക്തമായിട്ട് തന്നെ ഇതിലും പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചകളിലും അല്ലാതുള്ള പ്രകടനങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായിട്ടുള്ള, പിന്നെ ശക്തമായിട്ടുള്ള പോലീസിങ് ഇതിനകത്ത് വന്നു. അവിടെ ഈ ഇതിന് നേതൃത്വം കൊടുത്ത ആളെ അറസ്റ്റ് ചെയ്തു, അയാൾ റിമാൻഡിലാണ്, യുവമോർച്ച പ്രസിഡന്റ് റിമാൻഡിലാണ്. ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള താല്പര്യമുണ്ട്, ഇവർക്ക് പ്രതിഷേധിക്കാം. എനിക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നതിന് ഞാൻ എതിർപ്പില്ല. ജനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം, ഓരോ വ്യക്തിക്കുമുള്ള സ്വാതന്ത്ര്യം, അത് ഏതറ്റം വരെ പോകാന്നുള്ള അവർക്ക് ബോധ്യമുണ്ടാവണം. അതിനെ ആരെങ്കിലും പോലീസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കണം. ഞാൻ കൂടി ഇവരുടെ കൂടെ ചെല്ലുമായിരുന്നു. ഇവർ കൈകൾ കെട്ടിക്കൊണ്ട് ഞങ്ങളെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുന്നു എന്നുകൊണ്ടൊരു കൈ കെട്ടിക്കൊണ്ടുള്ള സമരമാണ് നടത്തുന്നതെങ്കിൽ ഞാൻ ഇവരുടെ ഏറ്റവും മുമ്പിലുണ്ടാവുക. പക്ഷെ ഇവിടെ ഇവർ കൊടുക്കുന്ന സന്ദേശം വളരെ തെറ്റാണ്, വളരെ തെറ്റായിട്ടുള്ള സന്ദേശം. ഇപ്പൊ നേരത്തെ പറഞ്ഞ 1-2 കമന്റ്സ് നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ നമുക്കറിയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ക്ലിപ്പ് ഉണ്ടായപ്പോഴത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് എത്ര ലക്ഷം പേരാണിത് കൈമറിഞ്ഞത് നമുക്കറിയാം. ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകൾ, ഞാൻ ഫേസ്ബുക്ക് കൂടി ഒരു പ്രസ്ഥാനം ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല, ഞാൻ ഹർത്താലിനെതിരെയുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടില്ല. അതിൽ എന്റെ പേജിൽ ഏകദേശം 9,000 പേരോളം ലൈക്ക് ഉണ്ട്. ആ ലൈക്കിൽ വരുമ്പോഴത്തേക്ക് അവസാനം റമിത ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വരുമ്പോഴത്തേക്ക് 40 പേരാണ് കാറുകളായിട്ട് വരുന്നത്. അതൊക്കെ അതിന്റെ ഭാഗത്ത് മാറ്റേ. ഇത് ആ കോഴിക്കോട് ഒരു സംഭവം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഒരു പോസ്റ്റ് വന്നു, അതിനോട് അനുകൂലിക്കുന്ന കുറേയധികം ആൾക്കാർ വരുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ പോയിക്കോട്ടെ, നമുക്ക് എത്ര പേര് ചെയ്യുന്ന പോലെ. ഞാൻ ചോദിക്കുന്ന അത്രയും പേര് സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് ഇവർക്ക് ഒരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും നല്ല മാതൃക സെറ്റ് ചെയ്യേണ്ടതും ഇവരുടെ കടമയാണ്. അവിടെ ആ മാതൃകയാണ് ഇവിടെ തകർക്കപ്പെട്ടത്. ഇവരിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവർ അമ്മയും കുഞ്ഞിനെയും താരതമ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകേണ്ടി വന്നു. കാരണം ഇവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെ ഒരു സ്വാഭാവികമായിട്ടുള്ളതിൽ ആരെങ്കിലും അവിടെ ചെയ്തോട്ടെ, അവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെയ്യുക. ഇവരൊരു മാതൃക പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധം നടത്താം. ആ പ്രതിഷേധം ഇവർക്കൊരു കൈ വരിഞ്ഞുകൊണ്ട്, അല്ലെ മുഖം ഒരു വായ് മൂടി കെട്ടിക്കൊണ്ടോ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവർക്ക് നടത്താമായിരുന്നു. അതിന് പകരം കിസ് ഓഫ് ലവ് എന്നുള്ള, എന്താണ് ഇതിന്റെ ആദ്യം തന്നെ കിസ് ഓഫ് ലവ് എന്ന് വെച്ചാൽ തന്നെ ഒരു ഒരു നെഗറ്റീവ് കൺസെപ്റ്റ് വിട്ടുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു തന്ത്രമാണോ അല്ലെങ്കിൽ ഇവർ അറിയാതെ സംഭവിച്ചാണോ എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇവരുടെ ഇന്റൻഷൻ ഒന്നും ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല. അത് സംഭവിച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിന് മറ്റൊരു ഒരു വലിയൊരു ആക്സെപ്റ്റൻസ് ആണ് ആ ഫേസ്ബുക്ക് ലൈക്കുകളെന്നോ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് പല വീടുകളിലും ഇപ്പൊ ഞാൻ എന്നെ പോലത്തെ യുവജനങ്ങൾ പോലും, യുവസമൂഹം, ഞങ്ങളൊക്കെ ഒരു പ്രാകൃതമായ രാഷ്ട്രീയത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരല്ല. എന്റെ രാഷ്ട്രീയം, ഞാൻ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയം, അത്തരത്തിലുള്ളവർ പോലും യുവമോർച്ചയെ ശക്തമായിട്ട് അപലപിക്കുമ്പോഴും ഇതിനോട് അതിന് എതിരെ നടത്തുന്ന ഒരു പ്രതിഷേധത്തിൽ കൂട്ടുചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇതിന്റെ സന്ദേശം വിട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സമരങ്ങൾ സർഗാത്മകമായിരിക്കണം. ഓക്കെ,
രാഹുൽ, അപ്പം അദ്ദേഹം പറഞ്ഞത് ഇപ്പം പാർട്ടി ലീഡേഴ്സ് ആണെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ സിസ്റ്റം, പോലീസ് സിസ്റ്റം ആണെങ്കിലും എല്ലാവരും കൊടുത്തിരിക്കുന്ന കോഡ്സ് അനുസരിച്ച് ദേ ആർ അഗേൻസ്റ്റ് ദിസ്. അവർ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളുടെ ഈ കോസിനെ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങളുടെ ഈ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഈ ഇവന്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല, പക്ഷെ നിങ്ങളുടെ കോസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അപ്പം അതിൽ തന്നെ മനസ്സിലാകുന്നില്ലേ ദാറ്റ് ദെയർ ഇസ് സംതിങ് അൺഎത്തിക്കൽ അബൌട്ട് ദിസ്, അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു എന്നുകൊണ്ടല്ലേ? doesn't mean so. Political party leaders അതിൽ പങ്കെടുക്കില്ല എന്നുകൊണ്ട് it doesn't mean it is unethical. Representatives of the public ആണ് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ്. അപ്പം ഇവര് അങ്ങനെ ഒരു കാര്യത്തിന് കൊണ്ടുവരുന്നത് ഇറ്റ്സ് ലൈക്ക് വി ആർ റെപ്രസെന്റിംഗ് ദ പബ്ലിക്. പബ്ലിക്കിനെ ഞങ്ങളെ വിശ്വസിക്കാമെന്നാണ്. നിങ്ങൾ പബ്ലിക് ആണ്, അവർ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നില്ല എന്ന് പറയുവാണെങ്കിൽ there is a negative notion to it. There is a negative feeling for them. If you feel ഞാൻ പറയുന്നു 1000 പേര് അവിടെ ഗ്യാദർ ചെയ്തു, ഈ പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സ് എല്ലാം ഞങ്ങൾ വരില്ല, ഞങ്ങൾ എഗനിസ്റ്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷവും എല്ലാ എതിർപ്പുകളും വകവെക്കാതെ 1000 പേര്, ഏറ്റവും കുറഞ്ഞത് 1000 പേര് അവിടെ ഗ്യാദർ ചെയ്താൽ ദേ ഷുഡ് ഐഡന്റിഫൈ ഇറ്റ്സ് നെഗറ്റീവ് ഫോർ ദം. ഞങ്ങൾ പറയുന്നത് തെറ്റാണെന്നായിരിക്കും അവർക്കെല്ലാം ഫീൽ ചെയ്തത്. ഡിസ്ട്രിക്ട് കളക്ടർ പോലും പറയുന്നുണ്ട് അവിടെ എന്തെങ്കിലും മോശമായിട്ട് നടക്കുവാണെങ്കിൽ വി വിൽ ടേക്ക് ആക്ഷൻ അഗൈൻസ്റ്റ് യു ഗൈസ്. ഇതിനെയൊക്കെ നിങ്ങൾ മറികടന്നാണ് ഇവന്റ് ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് November 2nd. Do you even think about the consequences? If there is something happened, if there is some unwanted things happen, അത് ചെയ്യുന്ന ആരായാലും അവർക്ക് എതിരെ ആക്ഷൻ എടുക്കണം. അപ്പം രാഹുൽ പറയുന്നത് ഈ 1,500 കുട്ടികൾ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ 3,000 പീപ്പിൾ ഗോയിങ് എന്ന് പറഞ്ഞു. ഹോപ്പ്ഫുള്ളി 2,000-3,000 പീപ്പിൾ അന്ന് ടേൺ അപ്പ് ചെയ്യുവാണ്. ഈ ക്രൗഡിനെ ഫുൾ കൺട്രോൾ ചെയ്യാനുള്ള പറ്റുമോ രാഹുലിന്? ആർ യു സേയിങ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ ദിസ് ക്രൗഡ് ഓഫ് യങ് പീപ്പിൾ ഹു ഗെറ്റ് എ ചാൻസ് ടു കിസ് ഇൻ പബ്ലിക്? ഞങ്ങൾ ഒരിക്കലും ഉദ്ദേശിക്കുന്നത് ഒരു ടിപ്പിക്കൽ പൊളിറ്റിക്കൽ പാർട്ടി മീറ്റിങ്ങോ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്തൊരു പ്രസംഗമോ ഒന്നുമല്ല അവിടെ. സോ ഇഫ് they want to kiss their lovers in public, let them do it. What bothers you? അതാണ് ഞങ്ങളുടെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കൾച്ചർ, നമ്മളുടെ ഒരു ഇതനുസരിച്ച് കിസ്സിംഗ് ഒരു പബ്ലിക്കിൽ കിസ് ചെയ്യുന്ന ഒരു ടാബു ആയിട്ടാണ് കാണുന്നത് അല്ലേ? ഇപ്പം റിച്ചാർഡ് ഗിയറും ശില്പ ഷെട്ടിയും പബ്ലിക്കിൽ ഒരു എയ്ഡ്സ് അവയർനെസ് ഫംഗ്ഷനെ കിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോർട്ട് തന്നെ അഗേൻസ്റ്റ് ഒരു കേസ് എടുത്തു. റിച്ചാർഡ് ഗിയറിന് അഗേൻസ്റ്റ് ഒരു കേസ് എടുത്തു. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ വാട്ട് ഹാപ്പൻ. ഇത്രയും കുട്ടികൾക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഒരു പോലീസ് കേസ് വരുമ്പോൾ നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി അല്ലോ ഒരു ഇവന്റ് നടത്തുമ്പോൾ that they are safe and sound and they get back home without any problem. I am sure that there is a IPC section that police can take or court can take case, but let's see the final result. No one can define kiss is an obscene in public place. We are not going to do a sexual thing something in public. Kiss is just an expression of love. Okay. How can it be an obscene? അത് obscene. എനിക്ക് ഇതിനകത്ത് ഒരൊറ്റ ചോദ്യം. കിസ് ഇസ് an expression of love എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞൊരു സംഭവത്തിൽ ഇതിലെവിടെയാണ് ലവ്? ബേസിക്കലി നമ്മളൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഇത് പറയുമ്പോഴത്തേക്ക് അതിനൊരു ഒരു സ്ലോഗൻ, ഒരു അർത്ഥം വേണമല്ലോ. ഇതിലെവിടെയാണ് ലവ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാഗ് പാർട്ടീസിൽ നിങ്ങളൊരു പാർട്ട്ണറായിട്ട് വന്ന് സ്റ്റാഗ് പാർട്ടീസിൽ പോകുന്ന ഏതെങ്കിലും യുവാക്കൾ പോകുന്ന ഒരു ലവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊക്കെ കാണുന്ന സമൂഹം തന്നെയാണല്ലോ അത്. അതൊക്കെ മറ്റു പല താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു പല അവരുടെ ഇൻഡിവിജ്വൽ ചോയ്സസോ ഒക്കെ ഉണ്ടാവും. നമുക്ക് അതിന് നമ്മളവിടെ പറയുമ്പോഴത്തേക്ക് ഒരു കിസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണില്ല? അത് താങ്കളുടെ കാഴ്ചപ്പാടാണ്. താങ്കൾ പറയുന്നത് സ്റ്റാഗ് പാർട്ടീസിൽ പോകുന്ന എനിക്ക് അതിനുള്ളൊരു മറുപടിയാണ് ഞാൻ ചോദിക്കുന്നത്. സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞത് ഒന്ന് സ്റ്റാഗ് പാർട്ടീസിൽ പോകുന്നവരിൽ ഒരിക്കലും ലവ് ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ല. അത് താങ്കളുടെ അനുഭവ സംഭവത്തിന്റെ ഉറപ്പാണ്. എനിക്ക് ഞാൻ സ്റ്റാഗ് പാർട്ടീസിൽ വിശ്വസിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ വിശ്വസിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് പോകുന്നവരെല്ലാവർക്കും പല ഇൻഡിവിജ്വൽ ചോയ്സസ് ഉണ്ട്, അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാഗ് പാർട്ടിൽ ഒരു യുവതിയും യുവാവും തമ്മിൽ പോകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല, ഒരു കാമുകനും കാമുകിയായിട്ട് പോകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് അവിടെയുള്ള ഇൻട്രസ്റ്റ്, നിങ്ങൾ കിസ് ഓഫ് ലവ് എന്ന് പറയുമ്പോൾ എന്താണ് സ്നേഹത്തിന്റെ നിർവചനം? ഈ സ്നേഹത്തിന്, ഈ കിസിനെ എങ്ങനെയാണ്, ഈ ഒരു ചുംബനത്തെ നിങ്ങൾ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഈ ചുംബനത്തെ ഞങ്ങളൊരു പ്രതിഷേധം, ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ പോലീസിനെതിരെയും മറ്റും കല്ലെറിയാറുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പ്രതിഷേധിച്ചതാണ്. ഞങ്ങൾ ഈ ചുംബനത്തെ ഒരു പ്രതിഷേധമാണ്, ആർക്കും ഒരു വയലൻസ് ഉണ്ടാക്കാതെ ഞങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്ന ഒരു പ്രതിഷേധം. പോലീസിന്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടാൻ, നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാതെ ഇത് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. സോ രാഹുൽ പോലീസുമായിട്ട് സംസാരിച്ച് അവരുമായിട്ടുള്ള ഒരു ഡീല് കൊണ്ടുവന്നോ? ഇറ്റ്സ് നോട്ട് എ മാറ്റർ ഓഫ് ഡീൽ. ഞങ്ങൾ ഒരിക്കലും ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം ചെയ്യാത്തിടത്തോളം അത് പ്രൊട്ടക്ഷൻ തരേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ്.
അപ്പോൾ ഞാൻ പോലീസിലെ ഇവിടുത്തെ ഓഫീസേഴ്സുമായിട്ട് സംസാരിച്ചു. വ്യക്തമായിട്ട് നമുക്ക് ഇതുവരെ ഒരു നെഗറ്റീവ്, ഞങ്ങൾ അതിനുള്ള പ്രൊട്ടക്ഷൻ അല്ല, ഞങ്ങൾ പെർമിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട്. സോ അഗൈൻ ഇറ്റ്സ് പെർമിഷൻ്റെ ആവശ്യം ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ 1000 പേര് ഗ്യാദർ ചെയ്യുന്നു, 3000 പേര് ഗ്യാദർ ചെയ്യുന്നു അല്ല പറയുന്നത്. 10 പേർക്ക് ഒരു സ്ഥലത്ത് ഒന്നിച്ച് ഗ്യാദർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പെർമിഷൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ലൗഡ് സ്പീക്കർ യൂസ് ചെയ്യാൻ പോകുന്നില്ല, അവിടെ പ്രസംഗിക്കാൻ പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. സോ അവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഞങ്ങളെ എന്തെങ്കിലും ആക്രമിച്ചാൽ, അവിടെ ചിലപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാവും, സ്ത്രീകളുണ്ടാവും, അവരെ ആക്രമിച്ചാൽ അതിന് പ്രൊട്ടക്ഷൻ തരേണ്ടത് ഇൻ കേസ് ഒരു പെറ്റീഷൻ കൊടുത്തില്ലെങ്കിൽ പോലും അത് പോലീസിന്റെ ബാധ്യതയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അന്ന് എങ്ങനെയാണ് മെസ്സേജ് നിങ്ങൾ പറയാൻ എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹൗ വുഡ് യു പ്ലാൻ ടു സ്പ്രെഡ് ദ മെസ്സേജ്? സ്റ്റോപ്പ് മോറൽ പോലീസിംഗ് എന്നുള്ള പ്ലക്കാർഡോ അങ്ങനെ എന്തെങ്കിലും? യെസ്, the event will be we will be gathering with placards, സ്റ്റോപ്പ് മോറൽ പോലീസിംഗ് എന്നുള്ള അതിൽ ആ മീനിങ് വരുന്ന കോട്ട്സ് എഴുതിയ പ്ലക്കാർഡുകളുമായിട്ട് ഞങ്ങൾ ഗ്യാദർ ചെയ്യും. അതിൽ കാമുകന്മാരുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കിൽ കിസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ സദാചാര പോലീസിംഗ് കൊണ്ട് മുമ്പ് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ കിസ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ സദാചാര പോലീസ് കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്ന ആഗ്രഹമുള്ളവർ അവരായിക്കോട്ടെ. സോ മൈ ക്വസ്റ്റ്യൻ ടു ഓൾമോസ്റ്റ് വൈൻഡ് അപ്പ്, ഇതുകൊണ്ട് എന്താണ് പറയുന്നത്? അതായത് കാലിക്കറ്റിൽ നടന്ന ഇൻസിഡന്റിന് അതിനൊരു റെസ്പെക്റ്റ് ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ ഇനി വരാൻ പോകുന്ന ഇൻസിഡൻസിന് വേണ്ടിയിട്ടൊരു ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിലാണോ? എന്താണ് ഇതൊരു പ്രിക്കോഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ള എവരിവൺ ഹാവ് ദെയർ ഓൺ സ്പേസ്, ദെയർ ഓൺ പ്രൈവസി, ആൻഡ് ഈവൻ ഇഫ് ദർ ഇസ് എ പബ്ലിക് പ്ലേസ് ദേ ഹാവ് ദെയർ ഓൺ സ്പേസ്. സോ അതൊരു പൗരാവകാശമാണ്. അതിലേക്ക് കടന്നു കയറേണ്ട അവകാശം ഒരു സംഘടനയ്ക്കും ഒരു വ്യക്തിക്കുമില്ല. ഇഫ് ദർ ഈസ് സംതിങ് ഇല്ലീഗൽ വി ഹാവ് എ സിസ്റ്റം, നമുക്കൊരു നിയമവ്യവസ്ഥയുണ്ട്, അതുവഴിയാണ് അവർ പോകേണ്ടത്, അതിനെതിരെ പ്രതികരിക്കേണ്ടത്. ഓക്കെ, സോ ലാസ്റ്റ് കമന്റ് ഫ്രം യു സർ. ഇപ്പം എന്തായാലും ഇവിടെ പറഞ്ഞു ഇവർ മുമ്പോട്ട് പോവുകയാണ്. സോ ഡു യു തിങ്ക് ദാറ്റ് ഇത് യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ദിസ് വിൽ സ്പ്രെഡ് ദ റൈറ്റ് മെസ്സേജ്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനി മോറൽ പോലീസിംഗ് കുറയുമെന്ന് തോന്നുന്നുണ്ടോ ഇവന്റ് കാരണം? അല്ല, ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിപ്പോൾ ഒരു പ്രതിഷേധം തന്നെയാണ്. അത് പ്രതിഷേധിക്കപ്പെടേണ്ടതിനെതിരെ നടത്തുന്ന പ്രതിഷേധം തന്നെയാണ്. പക്ഷെ പ്രതിഷേധിക്കുന്ന രീതി ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു റൈറ്റ് എക്സാമ്പിൾ അല്ല സെറ്റ് ചെയ്യുന്നത്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടാം എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു സംഘടനയുടെ ബോധവും അല്ലെങ്കിൽ ഒരു പൊതുജനങ്ങളോടുള്ള അക്കൗണ്ടബിലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു ഗ്രൂപ്പിന് അങ്ങനെ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത്, നമ്മളൊരു പൊതുസമൂഹത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതിനെ വളരെ ഒരു നെഗറ്റീവായിട്ട് ആൾക്കാർ കാണുന്നുണ്ട്. ഇതിനകത്ത് പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇവർ ഉദ്ദേശിക്കുന്ന സപ്പോർട്ടൊന്നും അത് റിയൽ അല്ല. അത് പലപ്പോഴും മാറും. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സപ്പോർട്ട് എന്നൊക്കെ പറയുന്നതിന് മറ്റൊരു ഇതാണ്. ഇപ്പൊ ഞാൻ അറിഞ്ഞത് ഇതിനകത്ത് മുന്നിൽ നിന്ന് ചില ആൾക്കാർ തന്നെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി അവസാനം തിരിച്ചു പോകേണ്ട അവസ്ഥയുണ്ടായി എന്നുള്ളത് വരെയുണ്ട്. ഇതൊരു ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിലെടുത്തു. അതിൻ്റെ ഒരു സാമൂഹിക ഉത്തരവാദിത്വവും ബോധവും ഇവർക്കുണ്ടാവണം. അതനുസരിച്ച് കൺസ്ട്രക്റ്റീവായിട്ട് വേണം പ്രതിഷേധിക്കാൻ. അതല്ലാതെ ഒരു മാസ് ഡിസ്ട്രക്ഷനിലേക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾക്കൊക്കെ എന്തുമാവാം, ഇതൊന്നും ഒരു ഇതുമില്ല, എന്തും ഈ ഇത് കാണിക്കാം എന്ന് പറയുന്നത്, നമ്മൾ പാശ്ചാത്യ ലോകത്തെ ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷെ നമ്മുടെ സംസ്കാരത്തിൽ, ഞാൻ മുഴുവനായിട്ട് സംസ്കാരത്തെ ഒരിക്കലും ക്വസ്റ്റ്യൻ ചെയ്യരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ചതുപ്പ് നിലത്തിലാണെന്നുള്ള കാര്യത്തിൽ മറക്കരുത്. ഇന്ത്യൻ കൾച്ചർ വളരെ ഉണ്ട്, അതിനൊക്കെ കുറേയധികം ടാബും ഉണ്ട്, കുറേയധികം നമ്മൾ സെറ്റ് പാറ്റേൺസ് ഉണ്ട്. അതിനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം, ഒരു സംശയമില്ല. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള, എപ്പോഴും സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള റൈറ്റ് ഡയറക്ഷനുള്ള മെസ്സേജ് കൊടുത്തിട്ടാണ്. ഈ മെസ്സേജ് ശരിയല്ല. ഈ മെസ്സേജ് വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മെസ്സേജാണ്. അതൊരൊട്ടും കൺസ്ട്രക്റ്റീവ് അല്ല. എൻ്റെ സുഹൃത്തിനോടുള്ള എൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾ മറ്റൊരു രീതിയിൽ അന്ന് കൂടണം, മറ്റു രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കൈയ്യട്ടോ അല്ലെങ്കിൽ വായ കെട്ടിക്കൊണ്ടോ നിങ്ങൾക്ക് ഇതിനോടുള്ള പ്രതിഷേധം സൂചിപ്പിക്കാം. ആ പ്രതിഷേധത്തിൽ ഞങ്ങൾ മുന്നിലുണ്ടാവും. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല, ഒരു പൊതുസമൂഹത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ പറഞ്ഞാൽ ഞാൻ മുന്നിൽ നിൽക്കാം. പക്ഷെ ഈ പ്രതിഷേധത്തിന്റെ രീതി വഴിപിഴച്ചതാണ്, തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത്. അത് അംഗീകരിക്കാൻ സാധിക്കും. So thank you very much. So Rahul, I hope that ഈ event November 2nd it's a big success and നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെ മെസ്സേജ് എല്ലാവർക്കും കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. And Raju, thank you for joining with me on the discussion. Thank you so much. That's it for today. എന്തായാലും previous generationsന്റെ social norms, change in stereotypes, public display of affection common ആകുന്നു among Indian young demographic. Let's wait to see what happens on November 2nd. Until then, stay young, stay happy. Thank you for watching.